പേരാമ്പ്ര നിയോജകമണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ പേരാമ്പ്രയിലെ ഓഫീസ് വടകര എം.പി. ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ഹൈസ്കൂൾ റോഡിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബാലുശ്ശേരി എം.എൽ.എ. വി.ടി. സൂരജ് സന്നിഹിതനായിരുന്നു. പേരാമ്പ്ര നിയോജകമണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ പേരാമ്പ്രയിലെ ഓഫീസ് വടകര എം.പി. ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ഹൈസ്കൂൾ റോഡിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബാലുശ്ശേരി എം.എൽ.എ. വി.ടി. സൂരജ് സന്നിഹിതനായിരുന്നു. ഇത് എം.എൽ.എയുടെ ഓഫീസല്ല, ഇത് പേരാമ്പ്രയിലെ ജനങ്ങളുടെ ഓഫീസാണ് എന്നുള്ളത് ഈ ഉദ്ഘാടന ചടങ്ങ് തന്നെ നമ്മളോട് പറയുകയാണ്. ഞാൻ കയറി വന്നപ്പോൾ ആദ്യം കണ്ട വാക്ക് നിയോ പേരാമ്പ്ര എന്നാണ്. ഈ പ്രസംഗത്തിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ച വാക്ക് ഒരു പൊതു ഇടം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഒരു നാട് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒന്ന്, ഈ നാടിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ആശയങ്ങളും അത് നടപ്പിലാക്കാനുള്ള ആർജവും ആത്മാർത്ഥതയുമുള്ള ഒരു എം.എൽ.എ. ആണ് പേരാമ്പ്രയിൽ തവണ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിന് ഈ ജനതയ്ക്ക് ഒരു സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കുമെല്ലാം അതീതമായി പേരാമ്പ്രയുടെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ അതിന് ആർജവത്തോടെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കേൾക്കുന്ന ഒരു എം.എൽ.എ. തെരഞ്ഞെടുത്ത് ഈ ജനതയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും നന്ദി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ എം.എൽ.എ. ആയി ഏതാനും എന്ന് പറയാനില്ല, 1-2 മാസങ്ങളെ ആയിട്ടുണ്ട്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും അസംബ്ലിക്കകത്ത് നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിന്റെ കാര്യം അവതരിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ വളരെ സിൻസിയറായി എഫക്റ്റീവായി പേരാമ്പ്രയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു, പേരാമ്പ്രയുടെ താലൂക്ക് ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങളിലേക്ക് നിർണായകമായ ചുവടുകൾ എം.എൽ.എയോടൊപ്പം നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അസംബ്ലിയിൽ നിന്നും അല്ലാതെ എനിക്കുള്ളതൊക്കെ ഒക്കെ ബോധ്യപ്പെടുന്നുണ്ട്. നിയോ പേരാമ്പ്ര എന്ന കൺസെപ്റ്റ് അതിന്റെ വിശദമായ ജനാധിപത്യ വിശ്വാസികളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പേരാമ്പ്രയ്ക്ക് വളരെ ഊർജ്ജസ്വലയായ പേരാമ്പ്രയിലെ ഓരോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും ഇടപെടാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും സാധിക്കുന്ന ഒരു എം.എൽ.എ. കിട്ടിയിരിക്കുകയാണ്. ആ എം.എൽ.എ. പോലെ തന്നെ പേരാമ്പ്രയുടെ എം.എൽ.എ. ഓഫീസ് ഏറ്റവും മികച്ച രീതിയിൽ പേരാമ്പ്രയിലെ ജനങ്ങളുടെ ഒരു അഭയകേന്ദ്രമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി പേരാമ്പ്രയുടെ എല്ലാ വികസന പദ്ധതികളും പേരാമ്പ്രയുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പേരാമ്പ്ര എം.എൽ.എ. അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ഇസ്മയിൽ, മുനീർ എരവത്ത്, മിനി വട്ടക്കണ്ടി, ലതിക വിനോദ്, നസീമ വാഴയിൽ, മോളി ആയിത്തമറ്റം, ഉമ്മർ തണ്ടോറ, നളിനി നല്ലൂർ, നിബിത ടി, അസീഫ പടനയിൽ, പി.കെ. ബാബു, രമണി പി, ഷിജി കൊട്ടാരത്തിൽ, ലത പൊറ്റയിൽ, മിസ്വ കീഴരൂർ, റീമ കുന്നുമ്മൽ, വഹീദ പാറമൽ, കെ രാധ, സത്യൻ കടിയങ്ങാട്, എസ്.പി. കുഞ്ഞമ്മദ്, കെ മധുകൃഷ്ണൻ, രാജീവ് തോമസ്, CPA അസീസ്, MC രാമകൃഷ്ണൻ മാസ്റ്റർ, N ഹരിദാസ്, മനോജ് ആവള, പ്രകാശൻ കിഴക്കയിൽ, രാജൻ മരുതരി, P.K. രാകേഷ്, K.P. വേണുഗോപാൽ, രാജേഷ് കീഴരൂർ, R.K. മുനീർ, T.K.A. ലത്തീഫ്, M.K.C. കുട്ടിയാലി, കലൂർ മുഹമ്മദ് അലി, C.H. ഇബ്രാഹിംകുട്ടി, ഒലിപ്പിൽ മമ്മു, മൂസ കോത്തമ്പ്ര, V.P. റിയാസ് സലാം, P.T. അഷ്റഫ്, T.P. മുഹമ്മദ്, T.P. ചന്ദ്രൻ മാസ്റ്റർ, T.V. ചന്ദ്രൻ മാസ്റ്റർ, രാജൻ വർക്കി എന്നിവർ സംസാരിച്ചു. പേരാമ്പ്ര നിയോജക മണ്ഡലം ചെയർമാൻ T.K. ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നിയോജക മണ്ഡലം കൺവീനർ K. ജോസ് കുട്ടി നന്ദിയും പറഞ്ഞു. എം.എൽ.എയുടെ ഓഫീസ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച ആദ്യത്തെ വാചകം നിയോ പേരാമ്പ്ര എന്നുള്ളതാണ്. ഒരു പുതിയ പേരാമ്പ്രയെ വാർത്തെടുക്കാൻ, പുതിയ തലമുറ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പേരാമ്പ്രയിൽ കൊണ്ടുവരാൻ, ഈ നാട് ആഗ്രഹിക്കുന്ന ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയാവുന്ന ഒരു ഇടമായി ഈ ഓഫീസ് മാറും എന്ന കാര്യത്തിനൊരു സംശയമാണ്. ഇവിടുത്തെ സാധാരണക്കാരന്റെ അവകാശങ്ങൾ അത് നേടിയെടുക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ഓഫീസായിട്ട് ഇത് മാറും. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ ഒരു ഡിജിറ്റൽ സംവിധാനം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതിലും അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. അപ്പം എം.എൽ.എ. നേരിട്ടും അവൈലബിൾ ആണ്, ഡിജിറ്റൽ സ്പേസിലും അവൈലബിൾ ആണ്. എം.എൽ.എ. ഓഫീസിലും നേരിട്ടും കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്യാനും അതിന്റെ ഫോളോ അപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു പുതിയ എം.എൽ.എയുടെ കാഴ്ചപ്പാടിന്റെ എല്ലാ ഗുണങ്ങളും
ഈ ഓഫീസിൽ കാണുന്നുണ്ട്, ഓഫീസിന്റെ പ്രവർത്തനങ്ങളുടെ മാർഗരേഖയിൽ കാണുന്നുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. ആദ്യത്തെ കത്ത് MP തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ കുറച്ച് എനിക്ക് കിട്ടിയ കുറച്ച് നിവേദനം, ഫണ്ടിന്റെയൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം, MLA വളരെ കരുത്തുറ്റൊരവസ്ഥയിൽ MP ഫണ്ട് കൊടുക്കുമ്പോൾ ദരിദ്രനായി തീരുകയാണ്. അപ്പോ അതുൾപ്പെടെയുള്ള, ഞാൻ തമാശയായിട്ട് സൂചിപ്പിച്ചത്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഓഫീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും MLAയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയുണ്ടായിരിക്കും. പേരാമ്പ്ര അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന 5 വർഷമായിട്ട് ഈ 5 വർഷം മാറുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട.